ഫോൺ വെച്ച് തിരിഞ്ഞതും ഇപ്പൊ തിരിഞ്ഞോടുമെന്ന് മട്ടിൽ നിൽക്കുന്ന ലക്ഷ്മിയെയാണ് കണ്ടത്. നീ എവിടെ പോകുന്നു? അത് ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ പോയാലോ? കുറച്ചു മുന്നേ ചിരിച്ച ആ ചിരി ഒന്നുകൂടെ ചിരി, ഞാനൊന്ന് കാണട്ടെ. ലക്ഷ്മി എന്തേലും പറയുന്നതിന് മുന്നേ തന്നെ അവളെ വലിച്ചവൻ തന്നോട് ചേർത്തു. എന്താ ലച്ചു, ചിരിക്കുന്നില്ലേ? ചോദ്യത്തിനൊപ്പം അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് കുസൃതി കാണിക്കാൻ തുടങ്ങി. ഉമിനീർ പോലും തൊണ്ടയിൽ നിന്നിറങ്ങാതെ ലക്ഷ്മി അബിയെ നോക്കി. തൻ്റെ ധൈര്യം അവൻ്റെ ചുടുനിശ്വാസത്തിൽ അലിയുന്ന പോലെ അവൾക്ക് തോന്നി. ഞാൻ ഇനി ചിരിക്കില്ല. അങ്ങനെ നീ പറയല്ലേ, നിന്റെ ചിരി കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒന്ന് ചിരിക്ക് പ്ലീസ്. അവൻ്റെ വിരലുകൾ മുഖം കഴിഞ്ഞ് അവളുടെ പിൻകഴുത്തിലേക്ക് ഇറങ്ങി. അവളുടെ മുഖത്തേക്ക് വീണു കിടന്ന മുടിയിഴകൾ ചെവിക്ക് പുറകിലേക്ക് അബി ഒതുക്കി വെച്ചു. അബിയേട്ടാ, നിനക്ക് വിൽക്കും തുടങ്ങിയോ? അബിയേട്ടാ, ഞാൻ സീരിയസ് ആയ ഒരു കാര്യം പറയട്ടെ. ഒരുവിധം ലക്ഷ്മി പറഞ്ഞൊപ്പിച്ചു. അപ്പം ഇത്ര നേരം നീ തമാശയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഇന്ന് അബിയേട്ടൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. ഈ വീട്ടിൽ തന്നെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ കാണുന്നത് കുറവല്ലേ? അവളിൽ അകന്നു മാറി മുഖത്ത് നിറഞ്ഞ പേടിയോടെ അബി ബെഡിലിരുന്നു. എന്താ ഡാഡി നിന്നോട് പറഞ്ഞത്? മനസ്സിൽ നിറഞ്ഞ പേടിയോടെ അബി അവളോട് ചോദിച്ചു. അബിയേട്ടൻ എന്തിനാ പേടിക്കുന്നത്? മകൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകണമെന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആശ്വാസത്തോടെ അബി തൻ്റെ നെഞ്ചിൽ കൈവച്ചു. എന്താ ഡാഡി പറഞ്ഞത്? അബിയേട്ടൻ സൈൻ ചെയ്ത് എന്തോ പേപ്പർ ടേബിളിൽ ഇരുന്നില്ലേ, അതെടുക്കാൻ. ഞാനാണെങ്കിൽ രാഹുൽ വിളിച്ച ടെൻഷൻ കൊണ്ട് ഇരിപ്പായിരുന്നു. ബെസ്റ്റ് ടൈം. എന്നിട്ട് നീ ഡാഡിയെ വല്ലതും പറഞ്ഞോ? എന്തു പറയാൻ? അല്ല, വെട്ടൊന്ന് മുറി രണ്ട് എന്നതാ നിന്റെ സ്വഭാവം. എൻ്റെ ഡാഡി ആണെങ്കിലും ഏതാണ്ട് പുള്ളിയും അങ്ങനെ തന്നെ. അപ്പം നിങ്ങൾ കൂടിയാ അടിയിടി വെട്ട് കുത്ത് ഒക്കെ ആവാലോ. അപ്പം ഞാനൊരു വഴക്കാളി എന്ന് അബിയേട്ടൻ പറയുന്നത്? ദേഷ്യത്തിൽ അബിയെ നോക്കി ലക്ഷ്മി ചോദിച്ചു. എൻ്റെ പൊന്നോ, അങ്ങനെയൊന്നുമല്ല. എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ് നിനക്ക്. എന്നിട്ട് ബാക്കി പറ. അബിയേട്ടനൊരു കാര്യം അറിയുമോ? എന്താ? സൈൻ ചെയ്ത പേപ്പറിനേക്കാൾ അദ്ദേഹത്തിന് ആവശ്യം അബിയേട്ടൻ്റെ കയ്യിലെ മുറിവിൻ്റെ വേദന എങ്ങനെയെന്നറിയാനായിരുന്നു. ഓ, എന്തൊരു സ്നേഹം മോനോട്. നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയണം എന്നറിയാതെ നിന്നപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. രാജി പറഞ്ഞു, ജിമ്മിൽ വെച്ചോ എന്തോ പറ്റിയെന്ന്, വേദന കുറഞ്ഞോന്ന്. പാവം. പിന്നെ പാവം, ഇത്രയൊന്നും പാടില്ലായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ ഡാഡിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അബി അവിടെ സൈൻ ചെയ്യൂ, ഇവിടെ സൈൻ ചെയ്യൂ, ആ എഗ്രിമെൻ്റ് നോക്കൂ, ഈ എഗ്രിമെൻ്റ് നോക്കൂ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നിന്റെ കൈ വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്താ? അതൊന്നുമല്ല, ഇനി ഞാൻ എങ്ങാനും കൈ വയ്യാതിരുന്ന ബിസിനസ്സുകാരും എങ്ങനെയെന്ന ടെൻഷനാവും. ഇനി ചോദിച്ചാൽ പറഞ്ഞേക്ക്, എൻ്റെ തല പോകുന്നവരെ ഞാൻ ചത്തുകിടന്ന് പണിയെടുക്കുമെന്ന്. അതാരെയും പേടിച്ചല്ല, ഏറ്റ ജോലിയോടുള്ള ആത്മാർത്ഥത. നിറഞ്ഞ കണ്ണുമായി ബെഡിലിരിക്കുന്ന അബിയെ ലക്ഷ്മി സങ്കടത്തിൽ നോക്കി. അബിയേട്ടാ, ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? അബിയേട്ടന് വേണ്ടി തന്നെയല്ലേ ബിസിനസ്സൊക്കെ? അവൻ്റെ അടുത്ത് വന്നിരുന്ന് ലക്ഷ്മി അത് പറഞ്ഞപ്പോൾ അവൻ ദേഷ്യത്തിൽ ലക്ഷ്മിയെ നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് ബിസിനസ്സാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞോന്ന്. പെട്ടെന്നുണ്ടായ അബിയുടെ ദേഷ്യവും ഭാവവും കണ്ട് ലക്ഷ്മി ഒന്ന് പകച്ചുപോയി. അബിയേട്ടാ, തൻ്റെ ചുമലിൽ വെച്ചത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളിൻ്റെ കൈയെന്നറിഞ്ഞിട്ടും ഉള്ളിൽ നിറഞ്ഞു പൊങ്ങിയ ദേഷ്യത്തിലും സങ്കടത്തിലും അബി ആ കൈകൾ തട്ടിയെറിഞ്ഞു. പെട്ടെന്ന് അവനിൽ നിന്നുമുണ്ടായ ആ പെരുമാറ്റത്തിൽ ലക്ഷ്മിക്ക് അതിയായ ദേഷ്യവും സങ്കടവും തോന്നി. എങ്കിൽ തന്നെയും സ്വയം മനസ്സിനെ നിയന്ത്രിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവിൽ തന്നെ താങ്ങിയ കൈകളാണ്. അബിയേട്ടനെ പോലെ ഒരാൾ ഒപ്പം ഉള്ളതുകൊണ്ട് മാത്രമാണ് താൻ അതിജീവിച്ചത്. ഭർത്താവിൻ്റെ സ്നേഹത്തിനും അപ്പുറം ഒരച്ഛൻ്റെ കരുതലും സ്നേഹവും വാത്സല്യവും താൻ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരവസ്ഥ താനല്ലേ വരുത്തി വെച്ചത്? അവൻ്റെ അവസ്ഥയിൽ അവൾക്ക് സങ്കടം തോന്നി. അബിയേട്ടാ, ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല. അബിയേട്ടൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ചുമലിൽ ഒന്നുകൂടെ കൈവച്ച് അവൾ പറഞ്ഞു. അച്ഛൻ മതി. ഒരച്ഛൻ എങ്ങനെയാവണമെന്ന് നിനക്കറിയുമോ? പിന്നെ നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നീ ഇല്ലാതെ ഒരു നിമിഷം ജീവിക്കാനും പറ്റില്ല എന്ന് വെച്ച് എൻ്റെ ചിന്തകളെയും സ്വഭാവത്തെയും അടിമുടി മാറ്റിക്കളയാമെന്ന വല്ല വിചാരം ഉണ്ടെങ്കിൽ നടക്കില്ല. നിനക്ക് എന്തറിയാം എൻ്റെ അച്ഛനെ പറ്റി? എഴുന്നേറ്റ് വന്ന് തൻ്റെ കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ച് ദേഷ്യത്തിൽ തനിക്ക് നേരെ അത്രയും പറഞ്ഞ അബിയെ ലക്ഷ്മി പേടിയോടെ നോക്കി. ഒരച്ഛൻ എങ്ങനെയാവണമെന്നോ? തൻ്റെ മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുന്നവനാവണം. അല്ലാതെ വളർന്നു വരുന്ന അവൻ്റെ കുഞ്ഞു ചിറക് അരിഞ്ഞുകൊണ്ടാവരുത്. അതുകൊണ്ട് ഡാഡി എന്തു നേടി എനിക്കറിയില്ല.
സ്വന്തം ഇഷ്ടത്തിന് ഒന്ന് പറക്കാൻ പോലും ആവാതെ ഒരു കിളിയെ പോലൊരു കൂട്ടിലടച്ചിട്ട് വളർത്തി വലുതാക്കി. എത്ര സ്വർണം കൊണ്ടുള്ള കൂടായാലും അതിനുള്ളിൽ തീരുന്ന ആ കിളിയുടെ ജീവിതമുണ്ടല്ലോ എങ്ങനെയാണ് എന്ന് നിനക്ക് പറഞ്ഞു തരിക. ചില സമയത്ത് ആഗ്രഹിക്കും യജമാനൻ ആ കൂട് തുറക്കുന്ന സമയം നോക്കി പറന്നകലാമെന്ന്. പിന്നീടൊക്കെ തോന്നുക കൂട്ടിൽ തലയടിച്ച് സ്വയം അങ്ങ് മരിക്കാനാണ്. പക്ഷേ കൺമുന്നിൽ തെളിയുന്ന ആ അമ്മക്കിളിയുടെ മുഖമുണ്ടല്ലോ, സ്വന്തം മക്കളെ ആ ചിറകിൻ്റെ ചൂടിൽ ആർക്കും റാഞ്ചാൻ കൊടുക്കാതെ വളർത്തിയ ആ മുഖം, അതുകൊണ്ട് മാത്രം അവിടെയും തോൽവി സ്വയം ഏറ്റുവാങ്ങും. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാനുണ്ടല്ലോ, ഈ അഭിറാം വർമ്മ, ജീവിതത്തിലൊരു പരാജയമാണ്. ടോയ് ഷോപ്പിലെ കീ കൊടുത്താൽ ഓടുന്നൊരു ടോയ് പോലെയാണ് എൻ്റെ ജീവിതം. നിനക്കറിയുമോ ലച്ചു, ഞാൻ സംഗീതത്തിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന്. എൻ്റെ ജീവിതം സംഗീതത്തിൽ അലിഞ്ഞു തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്കറിയുമോ, കുഞ്ഞിലെ തൊട്ട് പാടുമെങ്കിലും ഞാനെന്ന ഗായകനെ ആദ്യം സന്തോഷിപ്പിച്ചത് എൻ്റെ ആമിയ. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ആമി ജനിക്കുന്നത്. എത്ര വലിയ കരച്ചിലും ഞാനൊന്ന് പാടിയ അവളിൽ ഉണ്ടാകുന്ന ചിരിയുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും ആ മുഖത്ത് അങ്ങനെ ഒരു ചിരി കണ്ടിട്ടില്ല. ഉണ്ണാനും ഉറങ്ങാനും എന്തിനേറെ കളിക്കുമ്പോൾ കൂടി ഞാനും എൻ്റെ ശബ്ദവും അവൾക്കൊപ്പമുണ്ടാകും. പിന്നെ അമ്മ കൊണ്ട് മ്യൂസിക് പഠിക്കാൻ വിട്ടു. പിന്നെ ഓരോ ദിവസവും ഞാൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം നല്ലൊരു സിംഗർ ആവുക എന്നതായിരുന്നു. ഓരോ ഇയർ ആനുവൽ ഡേയിലും ബെസ്റ്റ് സിംഗർ ഞാൻ തന്നെയായിരുന്നു. ആ കൊച്ചു ട്രോഫികൾ ഈ കയ്യിൽ വാങ്ങിയപ്പോൾ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നു. 10th കിട്ടിയ ട്രോഫി കൊണ്ടുവന്ന് ഡാഡിയെ കാണിച്ചു. അടുത്ത് വന്ന് സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ചു. പിന്നീട് ആ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടപ്പോൾ ചെവി കൊട്ടിയടക്കപ്പെട്ട പോലെ തോന്നി. അബി, ഇനി മ്യൂസിക് വിട്ട് പഠിത്തം ശ്രദ്ധിക്കണം. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിൽ എൻ്റെ അച്ഛൻ ഡാഡി ആവുകയായിരുന്നു. ഞാൻ പാടാതായപ്പോൾ ആമി ഡാൻസും വിട്ടു. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതായി തോന്നിയില്ല. പിന്നെ വിദേശത്തുള്ള പഠനം, അവിടെയും എന്നിലെ സിംഗർ എന്നിൽ ഒതുങ്ങി. കാരണം എനിക്ക് പാടാൻ പറ്റുമായിരുന്നില്ല. ഓരോ നിമിഷവും കണ്ണുകൾ അടച്ച അബി നീ ഇനി പാടരുത് എന്ന വാക്കുകളാണ്. വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കും പോലെ. പിന്നീട് ജീവിതത്തിൽ ഇതുപോലത്തെ വാക്കുകൾ കേട്ടത് 23-ാം വയസ്സിലാണ്. സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന അന്ന് രാത്രി നാളെ തൊട്ട് അബി ഓഫീസിൽ പോയി തുടങ്ങണം. പുള്ളി ഓഫീഷ്യലായി കാര്യം പറഞ്ഞു. നാളെ തൊട്ട് അഭിറാം വർമ്മയാണ് MD. നീ അത് ആഗ്രഹിച്ചോ, എന്തിന് നിനക്ക് സമ്മതമാണോ ഒന്നും ചോദിച്ചില്ല. പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു. ബിസിനസ്സിൽ എനിക്ക് ഒറ്റ ശത്രുവുള്ളൂ, അത് എൻ്റെ ഡാഡി ഗിരിധർ വർമ്മയാണ്. 10-30 വർഷമായി പുള്ളിയെ കൊണ്ട് സാധിക്കാത്ത പലതും ഒരു 5 വർഷം കൊണ്ട് ഞാൻ നടത്തി കൊടുത്തു. പിന്നീട് എൻ്റെ സ്വപ്നം നീയായി. പക്ഷെ അവിടെ തോൽക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം വിജയം ഗിരിധർ വർമ്മയുടെ മാത്രമല്ലല്ലോ, ഇടയ്ക്ക് എനിക്കും ജയിക്കണ്ടേ. ഇപ്പം ഗിരിധർ വർമ്മ മീഡിയ മുഴുവൻ ആരാണെന്നോ, അഭിറാം വർമ്മയുടെ അച്ഛൻ മാത്രം. ഒരല്പം അഹങ്കാരത്തിൽ തന്നെ എനിക്ക് പറയാൻ സാധിക്കും, വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനി എൻ്റെ ഈ കയ്യിലാണെന്ന്. അവനത് സന്തോഷത്തോടെ പറഞ്ഞുവെങ്കിലും ആ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. തൻ്റെ മുന്നിൽ നിന്ന് അബിയുടെ അവസ്ഥ കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അബിയുടെ ശക്തിയിലുള്ള പിടി അവൾ കൈത്തണ്ട വേദനിച്ചു തുടങ്ങിയിരുന്നു. ആ വേദനയിൽ അവൾ കൈയനക്കി. ആ മുഖത്തെ വേദന തിരിച്ചറിഞ്ഞ് അവൻ അവളുടെ തോളിലെ പിടിവിട്ടു. സോറി, ഒരിക്കലും നിന്നെ വേദനിപ്പിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ചില സമയത്ത് എൻ്റെ മനസ്സ് കൈവിട്ടു പോകും. സോറി. അബിയെ ബെഡിലിരുത്തി അവളും അവൻ്റെ ഒപ്പം ഇരുന്നു. അവൻ്റെ മുഖം കയ്യിലെടുത്തു. ഞാൻ അബിയേട്ടൻ്റെയാണ്. ഈ നെഞ്ചിലെ സന്തോഷം മാത്രമല്ല, സങ്കടവും എൻ്റെ കൂടെയാണ്. ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പെണ്ണൊരു പുരുഷനെ വെറുതാ പിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന്. അത് വെറുതെയാണ് അബിയേട്ട. വെറും 4 ദിവസം കൊണ്ടാണ് മാസങ്ങളായി ഞാൻ നിങ്ങളിനുണ്ടാക്കിയ വെറുപ്പ് നിങ്ങൾ മാറ്റിയെടുത്തത്. പിന്നെ അബിയേട്ടൻ്റെ സ്വപ്നം, അത് ഇപ്പോഴും അബിയേട്ടൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ 15 വയസ്സുകാരനല്ല അബിയേട്ടൻ. പിന്നെ അച്ഛൻ, അദ്ദേഹം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അഭിറാം വർമ്മയുടെ അച്ഛൻ മാത്രമാണ്. ഒരുപക്ഷെ അദ്ദേഹവും അതാവും നിങ്ങളെന്ന മകനിൽ നിന്ന് ആഗ്രഹിച്ചത്. ഗിരിധർ വർമ്മ തൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിലാണ് പ്രതിഷ്ഠിച്ചത്, അല്ലാതെ ആ കാൽ ചുവട്ടിലല്ല. ഇന്ന് അച്ഛൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയുമോ? ഞാനും ആമിയും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. പക്ഷേ അബിയും ആമിയും വിളിക്കുന്ന പോലെ ഡാഡി എന്ന് വിളിക്കരുത്, അച്ഛൻ എന്നെ വിളിക്കാവൂ. ആമിക്ക് ആ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത് അബിയേട്ടനായിരുന്നു. കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. ആ മനസ്സിൻ്റെ വേദനയറിയാൻ അബിയേട്ടനും നാളെ ഒരു അച്ഛനാവണം. പിന്നെ ഇത്ര വർഷം നിങ്ങൾ കണ്ട അച്ഛനെ മാറ്റാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല.
അവൾ പറഞ്ഞത് കേട്ട് നിറഞ്ഞ കണ്ണുകളുമായി അബി ലക്ഷ്മിയെ നോക്കി. അബിയേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? തൻ്റെ മടിയിൽ കിടക്കുന്ന അബിയുടെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. നിന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? പിന്നെ നിനക്ക് നന്നായി കൈ വേദനിച്ചു അല്ലേ? സോറി. അത് സാരമില്ല, വേദനിപ്പിച്ച് അതേ കൈകൾ കൊണ്ട് തന്നെ തലോടുന്നുണ്ടല്ലോ. ആമി പറഞ്ഞ പോലെ അണ്ണാൻ എത്ര മൂത്താലും മരം കയറും എന്ന് ഞാൻ ഓർക്കണമായിരുന്നു. സോറി ലച്ചു, എനിക്ക് ദേഷ്യം വന്നാൽ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ഏതേലും ഒരു റൂമിൽ ഒതുങ്ങാനാണ് ഞാൻ കൂടുതൽ നോക്കുക, സ്വയം വേദനിപ്പിച്ചുകൊണ്ട്. എൻ്റെ ദേഷ്യത്തിനാകെ ഇരയായത് നീയും സഞ്ജുവുമാണ്. രാഹുലും നീയുമുള്ള റിലേഷൻഷിപ്പ് വന്ന് പറഞ്ഞപ്പോൾ വന്ന ദേഷ്യത്തിന് കയ്യിൽ കിട്ടിയത് സഞ്ജുവിനെയാണ്. പാവം അവനല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് എന്നെ വിട്ടിട്ട് പോയേനെ. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, എൻ്റെയും അവൻ്റെയും സ്വഭാവം ഒട്ടും ചേരില്ല എന്ന്. എന്നിൽ നിന്ന് നേരെ എതിരാണവൻ. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടമായാലും അവനടുത്തുള്ളപ്പോൾ ഉണ്ടല്ലോ പകുതി ഞാൻ ജയിച്ചു. ഇതൊക്കെ ഞാനിപ്പോൾ നിന്നോടെന്തിനാ പറയുന്നതെന്ന് അറിയുമോ? അറിയാം അബിയേട്ടാ, ഞാൻ സഞ്ജുവേട്ടനൊന്നും പറയരുത് എന്നല്ലേ. അതുതന്നെ, അവൻ്റെ ആ സ്ഥാനത്തുള്ള കോമഡി ചിലപ്പോൾ നിനക്ക് പിടിക്കില്ല. നീയും എന്തേലും പറയും, പിന്നെ അവൻ അതൊരു ഫീലാവും. ഇനി എൻ്റെ ആഗ്രഹം ആമിയുടെയും സഞ്ജുവിൻ്റെയും കല്യാണമാണ്. എന്നിലെ സഹോദരന് അഭിമാനിക്കാം, കാരണം ഏറ്റവും സുരക്ഷിതമായ കയ്യിലാണ് ഞാൻ അവളെ ഏൽപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി എൻ്റെ ഡാഡി തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയിൽ ആങ്ങളയിലും അവകാശം അവളുടെ അച്ഛനാണ്. അബിയേട്ടന് ഇപ്പോഴും അച്ഛനെ വെറുപ്പാണോ? വെറുപ്പെന്ന് പറയാൻ പറ്റില്ല. കാരണം എത്ര തള്ളി പറഞ്ഞാലും അകറ്റി നിർത്തിയാലും ഞാൻ ഗിരിധർ വർമ്മയുടെ ചോര തന്നെയാണ്. ആരോ പറഞ്ഞ പോലെ വെള്ളത്തിലും ശക്തി ചോരയ്ക്കല്ലേ. ഒരു വഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത് 2 പേരാണ്, ഞാനും ഡാഡിയും. അബിയേട്ടന് സഞ്ജുവേട്ടന് അച്ഛനെ പോലെ ഒരാൾ മതിയെന്ന് തോന്നിയിട്ടുണ്ടോ? അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അഭിലക്ഷ്മിയെ അത്ഭുതത്തിൽ നോക്കി. നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എപ്പോഴും ഓർക്കും, ദേവനങ്ങളായിരുന്നു എൻ്റെ അച്ഛനെങ്കിൽ യാതൊരുവിധ ബിസിനസ് ടെൻഷനുമില്ലാതെ എൻ്റെ കരിയർ എനിക്ക് നോക്കാം. ഇപ്പം സഞ്ജു കണ്ടോ, മുഴുവൻ ടെൻഷൻ അങ്കിളുടെ തലയിലേറി. അവൻ്റെ ലൈഫ് അടിച്ചു പൊളിക്കും. നല്ലൊരച്ഛൻ മകൻ കോംബോ ആണ് അവരുടെ. അവൻ്റെ അച്ഛനുള്ളത് കൊണ്ട് അവനൊന്നും പേടിക്കേണ്ട. അച്ഛനില്ലാതായാലോ അബിയേട്ടാ? ലക്ഷ്മി ഉദ്ദേശിച്ചത് മനസ്സിലാവാതെ അഭിലക്ഷ്മിയെ നോക്കി. ഞാൻ ചോദിച്ചത് അച്ഛനില്ലാതെയായാൽ സഞ്ജുവേട്ടൻ ഒറ്റയ്ക്ക് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ്. ഉറപ്പില്ല, കാരണം എന്നെ പിരിയാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഒപ്പം MBA ചെയ്തു എന്നത് ശരി തന്നെ. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു ബിസിനസ് മാൻ ഉണ്ട്. പക്ഷേ എനിക്കുറപ്പുണ്ട്, ഒരു 4 വർഷം കൊണ്ടവൻ ആ നിലയിലെത്തിയിരിക്കും. ലക്ഷ്മി അവൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ തൻ്റെ വിരലുകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. സ്വന്തം മകൻ്റെ വളർച്ച തിരിച്ചറിയാത്ത അച്ഛനും അച്ഛൻ ഇന്നില്ലാതായാൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു മകനും അവരെങ്ങനെയാണ് അബിയേട്ട നല്ലൊരു അച്ഛനും മകനും ആവുന്നത്? സഞ്ജുവേട്ടൻ്റെ അച്ഛന് 28-ാം വയസ്സിലും സ്വന്തം മകനോടില്ലാത്ത വിശ്വാസമാണ് ഗിരിധർ വർമ്മയ്ക്ക് തൻ്റെ മകനിൽ 23-ാം വയസ്സിലുണ്ടായത്. താനില്ലെങ്കിലും താൻ കണ്ട സ്വപ്നം മകനിലൂടെ യാഥാർത്ഥ്യമാക്കിയാൽ ആ അച്ഛന് 100-ൽ 100 മാർക്ക്. അതിനായി അദ്ദേഹം കണ്ടെത്തിയ വഴി ഒരൽപ്പം കടന്നുപോയി. അപ്പോഴും സ്വന്തം മകൻ്റെ ഉള്ളിലുള്ള കഴിവല്ലെങ്കിൽ സ്വപ്നം അതേത് നിമിഷവും നിങ്ങളുടെ കയ്യിലെത്തും, ദൂരത്ത് തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോവേണ്ടത് നമ്മൾ തന്നെയാണ്. എനിക്കുമുണ്ടായിരുന്നൊരു സ്വപ്നം, വെറും നിസാരം, കേട്ടാൽ ചിരി വരും, അതിനെ സ്വപ്നമെന്ന് വിളിക്കുന്നത് കൊണ്ട്. പക്ഷെ അത് കൈവെള്ളയിലാക്കാൻ ഞാൻ പാടുപെട്ടു. അതെന്താ നിന്റെ സ്വപ്നം, പറ കേൾക്കട്ടെ. വേറെ ഒന്നുമല്ല, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് നീ എന്താ പറയുന്നത്? ആ അത് തന്നെ, ഒരു ഡിഗ്രിക്കാരിയാവുക എൻ്റെ ഒരാഗ്രഹമായിരുന്നു +2 കഴിഞ്ഞ്. പിന്നെ ചെറിയമ്മ പറഞ്ഞത് കോളേജിൽ വിടാൻ പൈസയില്ല, അതുകൊണ്ട് പൈസ സ്വയം കണ്ടെത്തി പോവാൻ പറ്റുമെങ്കിൽ പോവാൻ. ഞാൻ കണ്ട സ്വപ്നം എനിക്ക് സ്വന്തമാക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ. അങ്ങനെ ട്യൂഷൻ, തയ്യൽ, കയ്യെ വെക്കാത്ത മേഖലയൊന്നുമില്ല. നീണ്ട 3 വർഷം അങ്ങനെ പോയി. ഒടുവിൽ ആ സ്വപ്നം ഈ കയ്യിലെത്തി. നിനക്കിതൊക്കെ ചിരിച്ചുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റുന്നു ലച്ചു? പിന്നെ അതൊന്നും അനുഭവിച്ച സമയത്ത് പോലും ഞാൻ കരഞ്ഞില്ല, പിന്നെയാണിപ്പോൾ. ഏട്ടാ, മനസ്സു തുറന്നൊന്ന് സംസാരിച്ച അച്ഛനും മോനും തമ്മിലെ ആ അകലം കുറയും. കേട്ടിട്ടില്ലേ, ഒരു കുഞ്ഞിനെ അമ്മ ഉദരത്തിൽ ചുമക്കുമ്പോൾ അവൻ്റെ അച്ഛൻ അതിനെ ഹൃദയത്തിലാണ് ചുമക്കുന്നത്. അങ്ങനെ തന്നെ ആവും അച്ഛനും. അബിയേട്ടൻ ഒരു ആൺകുട്ടിയുടെ ആദ്യ ഹീറോ അവൻ്റെ അച്ഛനാണ്. ഗിരിധർ വർമ്മ എന്ന ഹീറോ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അഭിറാം വർമ്മ എന്ന ബിസിനസ് കിങ് ജനിച്ചത്, ശരിയല്ലേ?